നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. സംസ്കൃതി യൂട്യൂബ് ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച +2 പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു അനലൈസിസ് എന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് കിട്ടിയ എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും ഒത്തിരി നന്ദി. ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന +2 സാമ്പത്തിക ശാസ്ത്രത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം. അപ്പോൾ സ്വാഭാവികമായും ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉയരേണ്ട ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ്? എന്താണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം? അപ്പോൾ അതിനെ വിലയിരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ്? ദി വേർഡ് മൈക്രോ derived from the Greek word micros, which means small. മൈക്രോസ്, ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എക്കണോമി അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന പേര് ഉത്ഭവിച്ചത്. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് വ്യക്തിഗത യൂണിറ്റുകളെ പറ്റിയുള്ള പഠനമാണ്. വ്യക്തിഗത യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ കേവലം വ്യക്തികളെ മാത്രം ഉദ്ദേശിക്കുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. അതൊരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനമാകാം, ഒരു വ്യക്തിയാകാം, അങ്ങനെ എന്തുമാകാം. അതായത് ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു കമ്പനിയുടെ ലാഭം, ദി ഇൻകം ഓഫ് എ പേഴ്സൺ, ദി പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഓഫ് എ പേഴ്സൺ, അങ്ങനെയുള്ളതിനെയൊക്കെ നമുക്ക് ഈ മൈക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഒന്നാമത്, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ്? എന്താണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം? ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഫാക്ട്സ്. അത് വ്യക്തിഗത യൂണിറ്റുകളെ പറ്റി പഠിക്കുന്നു. ഇൻകം ഓഫ് എ പേഴ്സൺ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ഇൻകം ഓഫ് എ പേഴ്സൺ, പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന ടേം എന്താണെന്ന് ഓർക്കുക, അതിനുള്ള ഉദാഹരണം എന്താണെന്നും ഓർക്കുക. ഇപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന്റെ ആമുഖമായിട്ട് നമുക്ക് ആദ്യം പറയാനുള്ളത് വാട്ട് ഈസ് എക്കണോമിക്സ്? എന്താണ് സാമ്പത്തിക ശാസ്ത്രം? ഇത് ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇതൊന്നുകൂടി പറയാതെ നമുക്ക് അടുത്ത ഒരു വിവരത്തിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് എക്കണോമിക്സ് എന്നത് തന്നെ നമുക്ക് ആദ്യം പറയാം. എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഇക്കണോമി ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. മറ്റൊരു പ്രസിദ്ധമായ നിർവചനമുണ്ട്. ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ നിർവചനം അനുസരിച്ച് എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ജീവിതം എന്ന സാധാരണ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന മാനവരാശിയെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ഈ ഇക്കണോമിക്സ് എന്ന വേർഡ് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നത് അടുത്തൊരു ചോദ്യമാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്ന് ഉത്ഭവിച്ചു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ എക്കണോമിക്സ് എന്ന ദി വേർഡ് എക്കണോമിക്സ് derived from the Greek word oikonomia, which means household managements. ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദത്തിന്റെ ഉൽപ്പത്തി. ഇപ്പോൾ വാട്ട് ഈസ് എക്കണോമിക്സ്? എന്താണ് സാമ്പത്തിക ശാസ്ത്രം? എക്കണോമിക്സ് എന്ന പദം എവിടെ നിന്ന് ഉത്ഭവിച്ചു? ആ പദത്തിന് നേരെ അർത്ഥം വരുന്ന ഗ്രീക്ക് പദം ഏതാണ്? അതിന്റെ അർത്ഥം എന്താണ് എന്നും അറിഞ്ഞിരിക്കുക. അടുത്തതായി, ഇൻ ഏർലി ഡേയ്സ് എക്കണോമിക്സ് വാസ് നോൺ ആസ് പൊളിറ്റിക്കൽ എക്കണോമി. Alfred Marshall for the first time used the term economics instead of political economy. ആദ്യ കാലഘട്ടങ്ങളിൽ എക്കണോമിക്സ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദ്യമായി പൊളിറ്റിക്കൽ എക്കണോമി എന്ന പദത്തിനു പകരം എക്കണോമിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇനി ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാരാണ്? ഹൂ ഇസ് ദി ഫാദർ ഓഫ് എക്കണോമിക്സ്? ആദം സ്മിത്ത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ
ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്? ഹി പബ്ലിഷ്ഡ് എ ബുക്ക്. ദി നെയിം ഓഫ് ദി ബുക്ക് ഇസ് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. 1776 ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്ക് ആദം സ്മിത്ത് പബ്ലിഷ് ചെയ്തു. With the publication of this book, economics became an independent discipline. രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ പ്രകൃതത്തിലേക്കും കാരണത്തിലേക്കുമുള്ള ഒരു അന്വേഷണം എന്ന 1776 ആദം സ്മിത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഒരു പുസ്തകത്തിലൂടെയാണ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം ഒരു സ്വതന്ത്ര സാമൂഹിക ശാസ്ത്രശാഖയായി വികസിച്ചത്. അതുകൊണ്ടാണ് ആദം സ്മിത്തിനെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ദി ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റിലേക്കാണ്, ഒരു പോയിന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്താണ് സാമ്പത്തിക ശാസ്ത്രം? വാട്ട് ഈസ് എക്കണോമിക്സ് എന്ന ക്വസ്റ്റ്യനുള്ള 4 നിർവചനങ്ങൾ, 4 പ്രസിദ്ധരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്നതിന് 4 പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 4 നിർവചനങ്ങളെയും നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ നിർവചനം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ദി ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആദം സ്മിത്തിന്റെ വെൽത്ത് ഡെഫിനിഷൻ അഥവാ സമ്പത്ത് നിർവചനമാണ്. അപ്പോൾ എന്താണ് സമ്പത്ത് നിർവചനം അഥവാ വെൽത്ത് ഡെഫിനിഷൻ? ഇക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് വെൽത്ത്, ഇറ്റ്സ് generation and spending. According to Adam Smith, he defined economics as it is the study of nature of wealth, its generation and spending. ആഡം സ്മിത്തിന്റെ സമ്പത്ത് നിർവചനം അനുസരിച്ച് സമ്പത്തിന്റെ സ്വഭാവം, അതിന്റെ സൃഷ്ടി, അവയുടെ വിനിയോഗം എന്നിവയെ പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. സമ്പത്തിന്റെ സ്വഭാവം എന്താണ്? സമ്പത്തിന്റെ സ്വഭാവം അതെങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അതെങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നതിനെ പറ്റിയുള്ള ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. എക്കണോമിക്സ് ഇസ് സ്റ്റഡി ഓഫ് ദി നേച്ചർ ഓഫ് വെൽത്ത്. വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് വെൽത്ത്? ഇറ്റ്സ് ജനറേഷൻ, ഇറ്റ്സ് സ്പെൻഡിങ്. അതെല്ലാമാണ് എക്കണോമിക്സ് എന്ന് ആദം സ്മിത്ത് അദ്ദേഹത്തിന്റെ വെൽത്ത് ഡെഫിനിഷനിലൂടെ പറയുന്നു. ഈ വെൽത്ത് ഡെഫിനിഷൻ അദ്ദേഹം 1776 പബ്ലിഷ് ചെയ്ത ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്കിലാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുക, വെൽത്ത് ഡെഫിനിഷൻ ബൈ ആദം സ്മിത്ത്, ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ ഹിസ് ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ആളുടെ പേര് ആദം സ്മിത്ത്, അദ്ദേഹത്തിന്റെ ഡെഫിനിഷന്റെ പേര് വെൽത്ത് ഡെഫിനിഷൻ. അതെന്താണെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് വെൽത്ത് ആൻഡ് ഇറ്റ്സ് ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. പിന്നെ 1776 ആ ബുക്ക് പബ്ലിഷ് ചെയ്തത് എന്നും ഓർത്തിരിക്കുക. രണ്ടാമത്തെ നിർവചനം എന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷനാണ്, ക്ഷേമ നിർവചനം. അത് നൽകിയിരിക്കുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. അദ്ദേഹം പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന 1819 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ ബുക്കിലാണ് ക്ഷേമ നിർവചനം അഥവാ വെൽഫെയർ ഡെഫിനിഷൻ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി എന്താണ് വെൽഫെയർ ഡെഫിനിഷൻ അഥവാ ക്ഷേമ നിർവചനം നോക്കാം. എക്കണോമിക്സ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ most closely connected with the attainment and the use of the material requisites of well-being. സൗഖ്യത്തിനാവശ്യമായ, വെൽബീയിങ്ങിന് ആവശ്യമായ ഭൗതിക വസ്തുക്കൾ, മെറ്റീരിയലിസ്റ്റിക്സ് ഒബ്ജക്റ്റ് നേടുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട വ്യക്തിപരവും സാമൂഹികവുമായ നടപടികളെ സാമ്പത്തിക ശാസ്ത്രം വിലയിരുത്തുന്നു. അതായത് ഒരാൾക്ക് സൗഖ്യപരമായി ജീവിക്കാൻ ആവശ്യമായ ഭൗതിക വസ്തുക്കൾ അത് നേടാനും ഉപയോഗിക്കാനും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വ്യക്തിപരവുമായ കാര്യങ്ങളും അതേപോലെ തന്നെ സാമൂഹികമായ കാര്യങ്ങളെയും സാമ്പത്തിക ശാസ്ത്രം വിലയിരുത്തുന്നു എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത് അദ്ദേഹത്തിന്റെ വെൽഫെയർ ഡെഫിനിഷനിലൂടെ.
According to Alfred Marshall, he says that economics examines that part of individual and social actions that most closely connected with the attainment and the use of the material requisites of well-being. വെൽബീയിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽ റിക്വസൈറ്റ്സ് നേടുകയും അതായത് അറ്റൈൻ ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഡിവിജ്വലും സോഷ്യലുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആക്ഷൻസിനെ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ആ ആക്ഷൻസിനെ എന്ത് വിലയിരുത്തുന്നു, ഈ സാമ്പത്തിക ശാസ്ത്രം വിലയിരുത്തുന്നു എന്നാണ് ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിന്റെ വെൽഫെയർ ഡെഫിനിഷനിലൂടെ പറയുന്നത്. Welfare definition by Alfred Marshall in his book Principle of Economics that published in 1819. Alfred Marshall's welfare definition. It is on the one side a study of wealth. അത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് അദ്ദേഹത്തിന്റെ വെൽഫെയർ ഡെഫിനിഷൻ പറയുന്നു. And on the other and more important side, a part of study of man. അത് മനുഷ്യനെ കുറിച്ച് പറയുന്നു. അതിന്റെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്, മറ്റൊരു ഭാഗത്ത് കൂടെ നോക്കുമ്പോൾ അത് മറ്റൊരു ഭാഗവും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തോടു കൂടി നോക്കുമ്പോൾ അത് മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണെന്നും ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിന്റെ വെൽഫെയർ ഡെഫിനിഷനിലൂടെ പറയുന്നു. The next definition is Scarcity definition by Lionel Robbins. അടുത്തത് ലയണൽ റോബിൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ദൗർലഭ്യ നിർവചനമാണ്. അദ്ദേഹം ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ് എന്ന 1932 പബ്ലിഷ് ചെയ്ത ബുക്കിലൂടെയാണ് തന്റെ സ്കാർസിറ്റി ഡെഫിനിഷൻ അഥവാ ദൗർലഭ്യ നിർവചനം പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ദൗർലഭ്യ നിർവചനം എന്ന് നമുക്ക് നോക്കാം. Economics is a social science which deals with human behavior as a relationship between ends and scarce means which have alternative uses. ആവശ്യങ്ങളും ബദൽ ഉപയോഗങ്ങളുമുള്ള ദൗർലഭ്യ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന് അപരിമിതമായ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഹ്യൂമൻ ഹാവ് അൺലിമിറ്റഡ് വോൺസ് ബട്ട് ദി റിസോഴ്സസ് ആർ സ്കാർസ്. പക്ഷെ വിഭവങ്ങൾ, ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ വിഭവങ്ങൾ വളരെയധികം പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ വളരെയധികം പരിമിതമായ വിഭവങ്ങളും ബദൽ ഉപയോഗങ്ങളുമുള്ള, ഒരു വിഭവത്തിന് നല്ല പല ഉപയോഗങ്ങളുള്ള ആ വിഭവങ്ങളുടെ ഉപയോഗവും അതിന്റെ ദൗർലഭ്യവും തമ്മിൽ ഉള്ള ബന്ധത്തെ വിലയിരുത്തുക വഴി മനുഷ്യന്റെ പെരുമാറ്റത്തെ പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ലയണൽ റോബിൻസ് അദ്ദേഹത്തിന്റെ സ്കാർസിറ്റി ഡെഫിനിഷനിലൂടെ പറയുന്നത്. അതായത് economics is a social science which deals with human behavior. It deals the human behavior as a relationship. It study the human behavior as a relationship between ends and scarce means which have alternative uses. അതാണ് സ്കാർസിറ്റി ഡെഫിനിഷൻ അഥവാ ദൗർലഭ്യ നിർവചനം. ഇനി അടുത്തതായി നമ്മുടെ മോഡേൺ ഡെഫിനിഷനായിട്ട് എക്കണോമിക്സിന്റെ മോഡേൺ ആൻഡ് ഡൈനാമിക് ഡെഫിനിഷൻ എന്ന്, അല്ലെങ്കിൽ വൈഡ്ലി ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ എന്നറിയപ്പെടുന്ന ഗ്രോത്ത് ഡെഫിനിഷൻ, വളർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ വളർച്ചാ നിർവചനം, പോൾ എ സാമുവൽസന്റെ വളർച്ചാ സിദ്ധാന്തം അഥവാ ഗ്രോത്ത് ഡെഫിനിഷനാണ് ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് അദ്ദേഹം 1964 അദ്ദേഹത്തിന്റെ ഇക്കണോമിക്സ് എന്ന ബുക്കിലൂടെയാണ് ഈ നിർവചനത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് വളർച്ചാ നിർവചനം അഥവാ ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് നമുക്ക് പരിശോധിക്കാം. പോൾ എ സാമുവൽസന്റെ ഗ്രോത്ത് ഡെഫിനിഷൻ അഥവാ വളർച്ചാ നിർവചനം അത് പറയുന്നതിന് മുൻപ്
നമ്മൾ രണ്ട് കാര്യം ഈ നിർവചനത്തിൽ പ്രധാനമായിട്ടും ഊന്നി പറയുന്ന അല്ലെങ്കിൽ അതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഒരു സമൂഹത്തിൽ സാധനങ്ങളും സേവനങ്ങളും എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അഥവാ എങ്ങനെ ഉപയോഗപ്പെടുത്തണം. രണ്ടാമത്തെ, ആ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെ, സാധനങ്ങളെയും സേവനങ്ങളെയും എങ്ങനെ ഫലപ്രദമായി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യണം. ഹൗ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ആൻ എക്കണോമി and how to distribute those goods and services in an effective manner. ഈ രണ്ട് പോയിന്റുകളാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് വെൻ ആൻഡ് ഹൗ സൊസൈറ്റി ചൂസ് with or without the use of money to employ scarce productive uses which could have alternative uses to produce various commodities over time and distribute them for consumption now and in the future among various people and groups of society. ഒരു നിശ്ചിത കാലയളവിൽ വിവിധ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പലവിധ ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഉൽപാദനക്ഷമമായ ദുർലഭ വിഭവങ്ങൾ പണത്തിന്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും ആ ചരക്കുകൾ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇന്നത്തെയും ഭാവിയിലെയും ഉപഭോഗത്തിനായി എങ്ങനെ വിതരണം ചെയ്യണമെന്നും വ്യക്തികളും സമൂഹവും തീരുമാനിക്കുന്ന രീതിയെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. ഇതിൽ ഒത്തിരി കൺഫ്യൂഷൻ ആയിട്ട് തോന്നുമെങ്കിലും വേറെ ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഉൽപാദനക്ഷമമായ ദുർലഭ വിഭവങ്ങൾ പണത്തിന്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും ആ ചരക്കുകൾ സമൂഹത്തിന്റെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇന്നത്തെയും ഭാവിയിലെയും ഉപഭോഗത്തിനായിട്ട് എങ്ങനെ വിതരണം ചെയ്യണമെന്നും വ്യക്തികളും സമൂഹവും തീരുമാനിക്കുന്ന രീതിയാണ് സാമ്പത്തിക ശാസ്ത്രം. വ്യക്തികളും സമൂഹവുമാണ് തീരുമാനിക്കുന്നത്. ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ചൂസസ്, അവര് തീരുമാനിക്കുന്നു. ദേ ചൂസസ്. വാട്ട് ചൂസസ്? എന്താണ് ചൂസ് ചെയ്യുന്നത്? വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി to employ scarce productive uses which could have alternative uses to produce, ഇതാണ് important, to produce various commodities over time and distribute them for consumption. അത് കൺസപ്ഷൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നൗ, ഇപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആൻഡ് ഇൻ ദി ഫ്യൂച്ചർ, ഭാവിയിലേക്കും. എമംഗ് ആരുടെ ഇടയ്ക്ക്? എമംഗ് വേരിയസ് പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റി, ജനവിഭാഗങ്ങൾക്കിടയിലും വിവിധ ഗ്രൂപ്പുകൾക്കിടയിലും ഇന്നത്തെയും നാളത്തെയും ഉപഭോഗത്തിനായി എങ്ങനെ ഫലപ്രദമായി ഈ സാധനങ്ങളെയും സേവനങ്ങളെയും വിതരണം ചെയ്യാമെന്നും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ പണത്തിന്റെ ഉപയോഗമോ വിത്തൗട്ട് ഓർ വിത്ത് ദി യൂസ് ഓഫ് മണി, അത് പണം ഉപയോഗിച്ചോ അല്ലാതെയോ അത് ഉൽപ്പാദിപ്പിക്കാമെന്നും എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്നും സൊസൈറ്റിയും ഇൻഡിവിജ്വലും ചൂസ് ചെയ്യുന്നതിനെ, വ്യക്തിയും സമൂഹവും തീരുമാനിക്കുന്നതിനെയാണ് ഇക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നതെന്നാണ് നമ്മുടെ പോൾ എ സാമുവൽസൺ അദ്ദേഹത്തിന്റെ ഇക്കണോമിക്സ് എന്ന ബുക്കിലൂടെ 1964 പബ്ലിഷ് ചെയ്ത ഇക്കണോമിക്സ് എന്ന ബുക്കിലൂടെ തന്റെ ഗ്രോത്ത് ഡെഫിനിഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇക്കണോമിക്സിനെ പറ്റിയുള്ള 4 പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്, സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയുള്ള 4 പ്രധാനപ്പെട്ട നിർവചനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് എന്താണ് സമ്പദ് വ്യവസ്ഥ, വാട്ട് ഈസ് മീൻ ബൈ ആൻ ഇക്കണോമി എന്നാണ്. അപ്പോൾ എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് നമുക്ക് നോക്കാം. An economy can be perceived as an area of production, distribution, trade and consumption of goods and services by different economic agents in a given geographical location. അതായത് ഒരു നിർദ്ദിഷ്ട ഭൂപ്രദേശത്ത് വിവിധ സാമ്പത്തിക പ്രതിനിധികൾ നടത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയാണ് ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു ഗിവൺ ആയിട്ടില്ലെങ്കിൽ നൽകിയിരിക്കുന്ന, പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു നിശ്ചിതമായ ജോഗ്രഫിക്കൽ ലൊക്കേഷനില് ഇക്കണോമിക് ഏജൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് അതിന്റെ കൺസപ്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കൺസപ്ഷൻ നടത്തുന്നു, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, ട്രേഡ് നടത്തുന്നു. ഇങ്ങനെയുള്ള ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയാണ്, ആ ഒരു നിശ്ചിത ഭൂപ്രദേശത്തെയാണ് എന്ത് പറയുന്നത്, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. ആരാണ് സാമ്പത്തിക പ്രതിനിധികൾ, അല്ലെങ്കിൽ ആരാണ്
ഹൂ ആർ ദി ഇക്കണോമിക് ഏജൻസ്? ആരാണ് സാമ്പത്തിക പ്രതിനിധികൾ? നമുക്ക് നോക്കാം. അത് ഇൻഡിവിജ്വൽസ് ആകാം, അതായത് വ്യക്തികളാകാം, കച്ചവട സ്ഥാപനങ്ങൾ അഥവാ ബിസിനസ് ഓർഗനൈസേഷൻസ് ആവാം, ഗവൺമെന്റ് ആകാം. ഇതെല്ലാം ഇക്കണോമിക് ഏജൻസ് ആണ്. അപ്പൊ ഈ ഇൻഡിവിജ്വലോ ബിസിനസ് ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഇവരൊക്കെ ഒരു ഗിവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊവൈഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനില് ഗുഡ്സ് ആൻഡ് സർവീസസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ കൺസപ്ഷൻ നടത്തുന്നു, അതിന്റെ ട്രേഡ് നടത്തുന്നു, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, വിതരണം നടത്തുന്നു, ഉൽപാദനം നടത്തുന്നു, അതിന്റെ കച്ചവടം നടത്തുന്നു, അത് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു നിശ്ചിത ഭൂപ്രദേശത്തെയാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഥവാ ഒരു എക്കണോമി എന്ന് പറയുന്നത്. അടുത്തതായി ഈ ചാപ്റ്റർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വാട്ട് ആർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി? ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇതിലേക്ക് കടക്കുമ്പോൾ ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്തെല്ലാമാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ തീർച്ചയായും പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ആക്ടിവിറ്റീസ്, ഒരു എക്കണോമിയിൽ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ മാത്രമാണ് അവിടെ പ്രശ്നങ്ങൾ, അഥവാ പ്രോബ്ലംസ് ഉണ്ടാവുക. അപ്പോൾ വാട്ട് ആർ ദി ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നതാണ് നമ്മൾ ആദ്യം വിശകലനം ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ, ഒന്നാമത്തതാണ് ഉൽപാദനം. രണ്ടാമത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്, അത് വിതരണം ചെയ്യുക, കൈമാറ്റം ചെയ്യുക. ആൻഡ് തേർഡ് വൺ ഈസ് കൺസപ്ഷൻ, അതിനെ ഉപഭോഗം ചെയ്യുക, അതായത് ഉപയോഗിക്കുക. അപ്പോൾ വാട്ട് ആർ ദി ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, എന്തെല്ലാമാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കണം ഉൽപാദനം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, ഈ ഉൽപാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുക, കൈമാറ്റം ചെയ്യുക. ആൻഡ് തേർഡ് വൺ, ഏറ്റവും അവസാനത്തേത്, ഈ വിതരണം ചെയ്ത സാധനങ്ങളെ ഉപയോഗിക്കുക, അതിന്റെ ഉപഭോഗം നടത്തുക. ഈ മൂന്ന്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്, ആൻഡ് അറ്റ് ലാസ്റ്റ് കൺസപ്ഷൻ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് മൂന്നുമാണ് ഒരു എക്കണോമിയുടെ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറയുന്നതിന് മുൻപായിട്ട് ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു എക്കണോമിയുടെ ബേസിക് ആയിട്ടുള്ള സെൻട്രൽ പ്രോബ്ലംസിന്റെ റീസൺസ്, വാട്ട് ആർ ദി റീസൺസ് ഫോർ ആൻ എക്കണോമിക് പ്രോബ്ലം? സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ മനുഷ്യന്മാരാണ്, ഇഷ്ടംപോലെ ആവശ്യങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ അപരിമിതമാണ്, നമുക്ക് പരിധിയില്ല, ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല, പല പല ആഗ്രഹങ്ങളാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. പക്ഷേ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഈ ആഗ്രഹങ്ങൾ ഫുൾഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ നമുക്ക് പരിമിതമാണ്. എല്ലായ്പ്പോഴും അങ്ങനെയാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപരിമിതവും ഈ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതവുമാണ്. ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. അറ്റ് ദി സെയിം ടൈം the resources that fulfill these wishes are limited. ഇത്രയും ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഒരു റിസോഴ്സസിന് തന്നെ, അതായത് ഒരു റിസോഴ്സിന് തന്നെ, ഒരു വിഭവത്തിന് തന്നെ പലവിധ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ലാൻഡ്, ഒരു ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്യാം. ആ ഭൂമിയിൽ തന്നെ നമുക്കൊരു കെട്ടിടം പണിയാം, അല്ലെങ്കിൽ അവിടെ ഒരു ഫാക്ടറി സ്ഥാപിക്കാം. അങ്ങനെ ആ ഭൂമി എന്ന് പറയുന്ന റിസോഴ്സിന്, നമ്മുടെ ആഗ്രഹത്തെ സഫലീകരിക്കേണ്ട ഭൂമി എന്ന ആ ഒരു റിസോഴ്സ്, ആ ഒരു ആ വിഭവത്തിന്റെ തന്നെ ഉപയോഗങ്ങൾ പലതാണ്, അല്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ് ഉണ്ട്. അതാണ് മൂന്നാമത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാര്യം റിസോഴ്സസ് ഹാവ് ഡിഫറെന്റ് പ്രിയോറിറ്റീസ്. വിഭവങ്ങൾക്കുള്ള വ്യത്യസ്തമായ മുൻഗണനകൾ, വിഭവങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ മുൻഗണനകളുണ്ട്. അപ്പോൾ 4 പോയിന്റാണ് പ്രധാനമായിട്ടും സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിനുള്ള കാരണങ്ങള്, റീസൺസ്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്.
ബട്ട് ദി റിസോഴ്സസ് ആർ ലിമിറ്റഡ്. പക്ഷേ വിഭവങ്ങൾ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അപരിമിതമാണ്. പക്ഷെ അതിന് ആ ആഗ്രഹങ്ങളെ സഫലീകരിക്കേണ്ട വിഭവങ്ങൾ പരിമിതമാണ്. ആൻഡ് 3, റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. ആൻഡ് 4th ആൻഡ് ലാസ്റ്റ് വൺ, റിസോഴ്സസ് ഹാവ് ഡിഫറെന്റ് പ്രിയോറിറ്റീസ്. ഈ ഓരോ വിഭവങ്ങൾക്കുള്ള വ്യത്യസ്തമായ മുൻഗണനകൾ. ഇത് 4മാണ് പ്രധാനപ്പെട്ട ഈ എക്കണോമിക് പ്രോബ്ലംസിലേക്ക് നയിക്കുന്ന 4 പ്രധാനപ്പെട്ട റീസൺസ്. ഈ 4 റീസൺസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ സ്വാഭാവികമായിട്ട് അപ്പൊ ഇതിൽ നിന്ന് ഈ 4 റീസൺസിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. അതായത് സ്കാർസിറ്റി ഈസ് ദി മദർ ഓഫ് ഓൾ ഇക്കണോമിക് പ്രോബ്ലംസ്. ദൗർലഭ്യമാണ് ഈ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും മാതാവ്. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് ദൗർലഭ്യമാണ്. ഈ റിസോഴ്സസ്, നമ്മുടെ ആഗ്രഹങ്ങൾ അപരിമിതമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യേണ്ട വിഭവങ്ങൾ പരിമിതമാണെന്നും പറഞ്ഞു. പക്ഷെ ഈ വിഭവങ്ങൾക്ക് അവിടെ ഒരു സ്കാർസിറ്റി അല്ലെങ്കിൽ ഒരു ദൗർലഭ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു എക്കണോമിക് പ്രോബ്ലവും അവിടെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ സ്കാർസിറ്റി വരുമ്പോൾ സ്വാഭാവികമായും നമ്മളൊരു ചോയ്സ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ അതിന്റെ ഇടയ്ക്ക് നിന്ന് ഒരു പ്രത്യേക തരം തിരഞ്ഞെടുക്കൽ, ഒരു ചോയ്സ് നടത്തേണ്ടി വരുന്നു. അതായത് ഇപ്പോൾ എനിക്ക് എന്റെ കയ്യിൽ 500 രൂപയാണ് എനിക്ക് കിട്ടിയ പോക്കറ്റ് മണി. ഈ പോക്കറ്റ് മണിയിൽ എനിക്കൊരു 10-20 ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഈ പോക്കറ്റ് മണി കൊണ്ട് മാത്രം ഫുൾഫിൽ ചെയ്യണം, എനിക്ക് ഈ 500 രൂപ കൊണ്ട് എന്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിക്കണം. അതൊരിക്കലും പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ആഗ്രഹങ്ങളെ സെലക്ട് ചെയ്യാൻ, ചോയ്സ് നടത്താൻ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുക്കൽ നടത്താൻ ഞാൻ നിർബന്ധിതയാകുന്നു. ബിക്കോസ് മൈ റിസോഴ്സ് ഈസ് സ്കാർസ്. എന്റെ റിസോഴ്സ് അല്ലെങ്കിൽ എന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദൗർലഭ്യമാണ്. ക്യാപിറ്റലിന് അവിടെ ക്യാപിറ്റൽ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്റെ ആഗ്രഹങ്ങൾക്ക് എനിക്കൊരു ചോയ്സ്, ഒരു തിരഞ്ഞെടുക്കൽ നടത്തേണ്ടി വരുന്നു. അപ്പോ ഇതാണ് ഇക്കണോമിക് പ്രോബ്ലംസിനുള്ള കാരണങ്ങൾ. 4 കാരണങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സ്കാർസിറ്റി ആണ് എല്ലാ എക്കണോമിക് പ്രോബ്ലംസിന്റെയും മദർ എന്ന് ഓർക്കുക. അവിടെ നമ്മളൊരു ചോയ്സ്, ഒരു തിരഞ്ഞെടുക്കൽ നടത്തേണ്ടി വരുന്നു എന്നും ഓർത്തിരിക്കുക. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങളെ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മേജർ പോയിന്റായ വാട്ട് ആർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിലെ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളായിട്ടാണ് നമുക്കിതിനെ ചെറുതാക്കി ഏറ്റവും സമ്മറൈസ് ചെയ്ത് നമുക്ക് പറയാവുന്ന 3 കാരണങ്ങളാണുള്ളത്. ദി ഫസ്റ്റ് വൺ ഈസ് what to produce and in what quantities. ഒന്നാമത്തത് ഓർത്തിരിക്കുക, what to produce, എന്തുൽപാദിപ്പിക്കണം, and in what quantities, എത്ര അളവിൽ, എന്തളവിൽ അത് ഉൽപ്പാദിപ്പിക്കണം. അത് നമുക്ക് നോക്കാം. Every society wants thousands of goods and services. ഓരോ സൊസൈറ്റിയും, ഓരോ സമൂഹത്തിനും ആയിരക്കണക്കിന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യമുണ്ട്. സിൻസ് resources are scarce, all these goods and services cannot be produced. പക്ഷേ വിഭവങ്ങൾ ദൗർലഭ്യമായതുകൊണ്ട് തന്നെ ഈ ആയിരക്കണക്കിന് ഈ എല്ലാ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളെയും സേവനങ്ങളെയും ഉൽപ്പാദിപ്പിക്കുക എന്നത് പ്രായോഗികമല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഹാസ് ടു ഡിസൈഡ് വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. സോ അതുകൊണ്ട് തന്നെ ഈ റിസോഴ്സസ് സ്കാർസ് ആയതുകൊണ്ട് തന്നെ, വിഭവങ്ങൾ ദൗർലഭ്യം നേരിടുന്നത് കൊണ്ട് തന്നെ എന്തുൽപാദിപ്പിക്കണം എന്ന ഒരു ചോയ്സ്, എന്ന ഒരു തിരഞ്ഞെടുക്കൽ നടത്തേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. എന്താണ് ഈ സമ്പദ് വ്യവസ്ഥ, ഈ എക്കണോമി എന്തുൽപാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുക. ഇനി തീരുമാനിച്ചു, ഒരു രാജ്യം, ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് യുദ്ധോപകരണങ്ങളെക്കാൾ ആവശ്യം ഫുഡാണ് എന്ന് വിചാരിക്കുക. നമ്മൾ തീരുമാനിച്ചു അരി ഉൽപ്പാദിപ്പിക്കണം എന്ന്. നമ്മൾ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന ഒന്നാമത്തെ പ്രശ്നം നമ്മൾ തീരുമാനിച്ചു. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഇപ്പോൾ അരി ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചു, അത് എത്ര ടൺ അരി ഉൽപ്പാദിപ്പിക്കണം എന്നാണ് അടുത്തതായി വരുന്ന പ്രോബ്ലം. അപ്പോ ഒന്നാമത്തെ ബേസിക് ഇക്കണോമിക് പ്രോബ്ലം അല്ലെങ്കിൽ
Central problem of an economy first. What to produce and in what quantities. എന്തുൽപാദിപ്പിക്കണം. ഒത്തിരി ആഗ്രഹങ്ങൾക്കിടയിൽ നിന്നും ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക്, ഒരു സമൂഹത്തിന് വേണ്ട റിസോഴ്സസ് സ്കാർസ് ആയതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിന് വേണ്ട എന്താണോ അതിന് കൂടുതൽ ആവശ്യം എന്ന് കണ്ടെത്തി എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചു. ഇനി അത് എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം, ഇൻ വോട്ട് ക്വാണ്ടിറ്റീസ്, അത് എത്ര ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കണം. എവരി സൊസൈറ്റി വോണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Since resources are scarce, all these goods and services cannot be produced. It has to decide what type of goods should be produced. And it has to prioritize and decide what to produce and how much to produce. അതാണ് ഒന്നാമത്തെ ബേസിക് ഇക്കണോമിക് ഓർ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി. രണ്ടാമത്തെ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു, അത് തീരുമാനിച്ചു. ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്തളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം നോക്കാം. ഇറ്റ് മീൻസ് ചൂസ് ദി മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഉൽപ്പാദിപ്പിക്കേണ്ട രീതി, ഏത് രീതിയാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ഉൽപാദനത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ആർ ടു ബി യൂസ്ഡ്, എന്ത് മെത്തേഡ് അല്ലെങ്കിൽ എന്ത് ടെക്നിക്കാണ് ഉൽപ്പാദിപ്പിക്കാനായി ഗുഡ്സ് ആൻഡ് സർവീസസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഡിപ്പെൻഡ്സ്, ആ ഉൽപാദനത്തിന്റെ രീതി അല്ലെങ്കിൽ രീതിശാസ്ത്രത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല, ആശ്രയിച്ചിരിക്കുന്നത് ഓൺ ദി അവൈലബിലിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻ ദി എക്കണോമി. അതായത് ആ സമ്പദ് വ്യവസ്ഥയിൽ എന്തുൽപാദിപ്പിക്കണം എന്ന ആ സമ്പദ് വ്യവസ്ഥയിലെ തൊഴിൽ ശക്തിയുടെയും മൂലധനത്തിന്റെയും ലഭ്യതയുടെയും അവയുടെ വിലയെയുമാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് ആശ്രയിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിലെ തൊഴിൽ ശക്തി, എന്തുമാത്രം തൊഴിൽ ശക്തിയെ ലഭിക്കുന്നു, അതുപോലെ മൂലധനത്തിന്റെ ലഭ്യത, പിന്നെ അവയുടെ വില. ഈ രണ്ട്, അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി അവൈലബിലിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും അവൈലബിലിറ്റിയെയും അതിന്റെ പ്രൈസിനെയും ആശ്രയിച്ചാണ് ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ടെക്നിക്, എന്ത് ടെക്നിക് ഉപയോഗിച്ചാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, രണ്ട് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, അതായത് അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. രണ്ടാമത്തത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. ഈ രണ്ട് പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് തരത്തിലുള്ള മെത്തേഡ്സ് ആണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നോക്കാം. ലേബർ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ദിസ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസസ് മോർ എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ കൂടുതൽ തൊഴിലാളികളുടെ ശക്തിയെ ഉപയോഗപ്പെടുത്തുന്നു, കൂടാതെ കുറച്ച് ഈ തൊഴിൽ ശക്തിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, മൂലധനം കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് കശുവണ്ടി നിർമ്മാണത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? തൊഴിലാളികളെയാണ്. അവിടെ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്നത് ഈ മെഷീൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ കുറവാണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നോക്കൂ. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അതെന്താ? നേരെ തിരിച്ച്. അതായത് ദിസ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസസ് മോർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലെസ് എമൗണ്ട് ഓഫ് ലേബർ. ഇവിടെ ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് മെഷീൻസ് അങ്ങനെയുള്ള ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കുന്നു. ആൻഡ് ലെസ് എമൗണ്ട് ഓഫ് ലേബർ തൊഴിൽ ശക്തി കുറവാണ് ഉപയോഗിക്കുന്നത്. പൊട്ടറ്റോ ചിപ്സിന്റെ നിർമ്മാണം, ഈ ലേസ് പോലുള്ള പൊട്ടറ്റോ ചിപ്സുകളുടെ നിർമ്മാണം, മെഷീൻസ് ആണ് കൂടുതൽ, തൊഴിലാളികൾ അവിടെ കുറവാണ്. അപ്പോ രണ്ടാമത്തെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് മെത്തേഡ് ടു ബി യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൽപാദന പ്രക്രിയയിൽ എന്ത് രീതിയാണ് ഉപയോഗിക്കേണ്ടത്. രണ്ട് രീതികളാണുള്ളത്. ഒന്ന് ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, അതായത് അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. അത് തൊഴിൽ ശക്തി കൂടുതൽ ഉപയോഗിക്കുന്നു, മൂലധനം കുറച്ച് ഉപയോഗിക്കുന്നു. രണ്ടാമത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, അതായത് മൂലധന തീവ്ര സാങ്കേതിക വിദ്യ.
അതനുസരിച്ച് മൂലധനം കൂടുതൽ ഉപയോഗിക്കുന്നു, തൊഴിൽ ശക്തി കുറവ് ഉപയോഗിക്കുന്നു. ഇത് രണ്ടുമാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന സെൻട്രൽ എക്കണോമിക് പ്രോബ്ലത്തിൽ വരുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ദി തേർഡ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം ഈസ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെ പ്രോബ്ലം ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ആൻഡ് മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതെന്താണെന്ന് നോക്കാം. ഫോർ ഹോം ടു പ്രൊഡ്യൂസ് മീൻസ് ദി ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. It implies the distribution of output amongst the owners of the factors of production. അതായത് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ പ്രവർത്തനപരമായ വിതരണത്തെ, ഉൽപ്പാദിപ്പിച്ച വരുമാനത്തെ ഉൽപാദനത്തിൽ പങ്കെടുത്ത ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് വീതിച്ചു കൊടുക്കുന്നതിനെയാണ് പ്രവർത്തനപരമായ വിതരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഈ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന ക്വസ്റ്റ്യന്റെ ഇടയ്ക്ക് മറ്റൊരു ചോദ്യം കൂടെ കിടക്കുന്നുണ്ട്. ഹൂ ആർ ദി ഓർ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എന്താണ് ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അതായത് ഭൂമി, പ്രയത്നം, മൂലധനം, സംഘാടനം. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റിവാർഡ്സ് ആയി വരുന്നതാണ് ലാൻഡിന് റെന്റ് കിട്ടുന്നു, ലേബറിന് വേജസ് കിട്ടുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടുന്നു. അതായത് ഭൂമിക്ക് പാട്ടം ലഭിക്കുന്നു, പ്രയത്നത്തിന് വേതനം ലഭിക്കുന്നു, മൂലധനത്തിന് പലിശ ലഭിക്കുന്നു, സംഘാടനത്തിന് ലാഭം ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ. ഫോർ ഹോം ടു പ്രൊഡ്യൂസ് മീൻസ് ദി ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മളൊരു കച്ചവടം നടത്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തു, അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്തുമാവാം, അതിന്റെ ഔട്ട്പുട്ട്, അത് ചെയ്തതിനു ശേഷം നമുക്ക് ലഭിക്കുന്ന എന്ത് ഔട്ട്പുട്ട് ആണെങ്കിലും അത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഇടയിൽ റിവാർഡ്സുകളായി വിതരണം ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിനെയാണ്, ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷനെയാണ് എന്ത് പറയുന്നത്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നോടെ വായിക്കാം. For home to produce means the functional distribution of output. It implies the distribution of output amongst the owners of the factors of production. പ്രവർത്തനപരമായ വിതരണം, ഉൽപ്പാദിപ്പിച്ച വരുമാനം ഉൽപാദനത്തിൽ പങ്കെടുത്ത ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് വീതിച്ചു കൊടുക്കുന്നതിനെയാണ് പ്രവർത്തനപരമായ വിതരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ അഥവാ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവർത്തനപരമായ വിതരണത്തെയാണ്. ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഈ ചാപ്റ്ററിന്റെ തന്നെ ബാക്കി ഭാഗം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.